നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി ഖത്തർ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ നിർണായക പുരോഗതി കൈവരിച്ചതായി റിപ്പോർട്ട്. സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന പശ്ചാത്തലത്തിൽ തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിലെ കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കപ്പെടുന്ന പ്രതീക്ഷയിൽ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി. ഖത്തർ, ഒമാൻ, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളുടെ നേതൃത്വത്തിൽ വാഷിംഗ്ടണും ടെഹ്റാനും തമ്മിൽ നടക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ പുരോഗമനാത്മകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അമേരിക്കൻ ഉദ്യോഗസ്ഥരും സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിലും അമേരിക്കയുമായി നേരിട്ടുള്ള ചർച്ചകൾ നടക്കുന്ന കാര്യം ഇറാൻ ഔദ്യോഗികമായി ശരിവച്ചിട്ടില്ല. എന്നാൽ മേഖലയിലെ സൈനിക നടപടികൾ അവസാനിപ്പിക്കുവാനും സമാധാനം തിരികെ കൊണ്ടുവരുവാനുമായി ഇരുപക്ഷത്തിന്റെയും കരട് നിർദ്ദേശങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ കൈമാറി വരികയാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. ലോകത്തിലെ ആകെ എണ്ണ വിതരണത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഉടൻ തുറന്നു നൽകുവാൻ ധാരണയായേക്കുമെന്ന സൂചനകൾ പുറത്തുവന്നതോടെ രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില 4% ഇടിഞ്ഞു. എന്നിരുന്നാലും കടലിടുക്കിലൂടെ സഞ്ചരിച്ച കപ്പലുകൾക്ക് നേരെ വീണ്ടും ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ നാവികപാത പൂർണ്ണമായും സുരക്ഷിതമാക്കുവാനുള്ള ശ്രമങ്ങളിലാണ് മധ്യസ്ഥ ചർച്ചകൾ പ്രധാനമായും കേന്ദ്രീകരിക്കുന്നത്. ഗ്വാട്ടിമലയിലെ അഗ്നിപർവ്വതമായ ഫ്യൂഗോയിൽ വീണ്ടും അതിശക്തമായ സ്ഫോടനവും ലാവാപ്രവാഹവും ആരംഭിച്ചതിനെ തുടർന്ന് സമീപ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിൽ നിന്നും ജനങ്ങളെ അടിയന്തരമായി ഒഴിപ്പിച്ചു. പുകയും ലാവയും ചാരവും കൂടി 4 കിലോമീറ്ററിലധികം ഉയരത്തിലേക്ക് ഉയർന്നതോടെ ദുരന്ത നിവാരണ ഏജൻസി മേഖലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും വിദ്യാലയങ്ങളും പ്രധാന പാതകളും അടയ്ക്കുകയും ചെയ്തു. തലസ്ഥാനമായ ഗ്വാട്ടിമല സിറ്റിക്ക് സമീപമുള്ള ഫ്യൂഗോ അഗ്നിപർവ്വതം കൂടുതൽ അപകടകാരിയായ ഘട്ടത്തിലേക്ക് കടന്നതോടെ എൽ പോർവനീർ, ലാസ് ലജിത്താസ് അടക്കമുള്ള ഗ്രാമങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളെയാണ് താൽക്കാലിക അഭയകേന്ദ്രങ്ങളിലേക്ക് മാറ്റിയത്. മണിക്കൂറിനുള്ളിൽ സ്ഫോടനത്തിന്റെ തീവ്രത വർദ്ധിക്കുകയും ലാവയും ചുട്ടുപൊള്ളുന്ന വാതകങ്ങളും താഴേക്ക് ഒഴുകുവാൻ തുടങ്ങുകയും ചെയ്തതോടെ നാഷണൽ റൂട്ട് 14 ഹൈവേ അധികൃതർ പൂർണ്ണമായി അടച്ചു. അഗ്നിപർവ്വതത്തിൽ നിന്നുള്ള ചാരമേഘങ്ങൾ 60 കിലോമീറ്റർ അകലേക്ക് വരെ പടർന്നത് വിമാന സർവീസുകളെയും തടസ്സപ്പെടുത്തിയേക്കുമെന്ന് ഗ്വാട്ടിമല ദുരന്ത നിവാരണ ഏജൻസിയായ കൺട്രഡ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമായ ആന്റിഗയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന ഫ്യൂഗോയുടെ 10 കിലോമീറ്റർ ചുറ്റളവിലുള്ള പ്രദേശങ്ങൾ കടുത്ത അപകട മേഖലയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിലക്കുകൾ ലംഘിച്ച് ദൃശ്യങ്ങൾ പകർത്തുന്നതിനായി സമീപത്തെ ആഗാതെ നെങ്കോ പർവ്വതത്തിലേക്ക് കയറുന്ന ആളുകൾക്കെതിരെയും അധികൃതർ കർശന മുന്നറിയിപ്പ് നൽകി. സെൻട്രൽ അമേരിക്കയിലെ ഏറ്റവും സജീവമായ ഈ അഗ്നിപർവ്വതത്തിലുണ്ടായ 2018 മഹാസ്ഫോടനത്തിൽ 200-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഒരു ഗ്രാമം മുഴുവൻ ചാരമാവുകയും ചെയ്തിരുന്നു. ചെങ്കടലിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഇന്ത്യൻ ചരക്ക് കപ്പലിൽ നിന്ന് പരിക്കേറ്റ മലയാളി ഉൾപ്പെടെ 13 ഇന്ത്യൻ നാവികരെ യമൻ തീരസേന വിജയകരമായി രക്ഷപ്പെടുത്തി. ഈജിപ്തിൽ നിന്നും ഇന്ത്യ സമുദ്രത്തിലേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് കപ്പൽ പൂർണ്ണമായി മുങ്ങുകയായിരുന്നുവെന്ന് കപ്പൽ വിതരണ ഏജൻസി സ്ഥിരീകരിച്ചു. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന MV ഗൾഫ് സ്റ്റാർ എന്ന ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെയാണ് അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും തീപിടുത്തത്തെ തുടർന്ന് വെള്ളം കയറി കപ്പൽ താഴ്ന്നു പോവുകയുമായിരുന്നു. വിവരമറിഞ്ഞയുടൻ യമനിലെ ഹൊദൈദ തീരസേന നടത്തിയ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നാവികരുടെ ജീവൻ രക്ഷിക്കുവാൻ സഹായിച്ചത്. രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരെ യമനിലെ പ്രധാന തുറമുഖ നഗരമായ ഏഥനിലേക്ക് മാറ്റിയതായും എല്ലാവരും നിലവിൽ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇവരെ ഉടൻ നാട്ടിലെത്തിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചതായും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉക്രൈൻ തലസ്ഥാനമായ കീവിൽ റഷ്യ നടത്തിയ അതിശക്തമായ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ 14 പേർ കൊല്ലപ്പെടുകയും 22 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. ജനവാസ മേഖലകളെയും ബഹുനില പാർപ്പിട സമുച്ചയങ്ങളെയും ലക്ഷ്യമിട്ട് നടന്ന ഈ ആക്രമണം പ്രദേശത്ത് വൻ നാശനഷ്ടങ്ങളും തീപിടുത്തങ്ങളുമാണ് വിതച്ചിരിക്കുന്നത്. രാത്രിയുടെ മറവിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും ഉപയോഗിച്ച് റഷ്യ നടത്തിയ കടന്നാക്രമണത്തിൽ കീവിലെ നിരവധി പാർപ്പിടങ്ങൾക്കും ഭരണനിർവഹണ സ്ഥാപനങ്ങൾക്കും കനത്ത നാശനഷ്ടം സംഭവിച്ചു. മിസൈൽ അവശിഷ്ടങ്ങൾ പതിച്ച് സോളോമിയാൻസ്കി, ദാർനെറ്റ്സ്കി തുടങ്ങിയ നഗര ജില്ലകളിൽ വൻ തീപിടുത്തമുണ്ടാവുകയും കെട്ടിടങ്ങൾ തകരുകയും ചെയ്തതായി ഉക്രൈൻ എമർജൻസി സർവീസ് വ്യക്തമാക്കി. കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയവർക്കായി രക്ഷാപ്രവർത്തകർ വ്യാപക തിരച്ചിൽ തുടരുകയാണ്. പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള വ്യോമപ്രതിരോധ ആയുധങ്ങളുടെ കുറവ് പരിഹരിക്കുവാൻ ശ്രമിക്കുന്നതിനിടെയാണ് ഉക്രൈനെ പ്രതിസന്ധിയിലാക്കി റഷ്യ കടുത്ത ആക്രമണം അഴിച്ചുവിട്ടിരിക്കുന്നത്. ബലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കുവാൻ സഹായിക്കുന്ന പാട്രിയറ്റ് 5th ജെൻ മിസൈൽ സംവിധാനങ്ങൾ അടിയന്തരമായി നൽകണമെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി അമേരിക്കയോടും മറ്റ് പാശ്ചാത്യ രാജ്യങ്ങളോടും വീണ്ടും അഭ്യർത്ഥിച്ചു. ശത്രുവിന്റെ മിസൈലുകൾ മുൻകൂട്ടി തകർക്കുവാനുള്ള സംവിധാനങ്ങളുടെ കുറവാണ് കീവിൽ സാധാരണക്കാരുടെ മരണസംഖ്യ ഉയരുവാൻ കാരണമായതെന്നാണ് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്.
ബഹിരാകാശത്തുള്ള സ്പേസ് എക്സ് ഫോൾക്കൺ 9 റോക്കറ്റിന്റെ ഒരു ഭാഗം മണിക്കൂറിൽ 8700 കിലോമീറ്റർ വേഗതയിൽ ബുധനാഴ്ച ചന്ദ്രന്റെ ഉപരിതലത്തിൽ ഇടിച്ചിറങ്ങുമെന്ന് നാസ അടക്കമുള്ള വിക്ഷേപണ ഏജൻസികൾ വ്യക്തമാക്കി. ഈ കൂട്ടിയുടെ ഭൂമിക്ക് യാതൊരു ഭീഷണിയും ഉയർത്തുന്നില്ലെങ്കിലും ചന്ദ്രനിൽ പുതിയൊരു ഗർത്തം രൂപപ്പെടുവാനും ബഹിരാകാശ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ശാസ്ത്രജ്ഞർക്ക് അപൂർവ അവസരമൊരുക്കുവാനും ഇത് കാരണമാകും. 2025 ജനുവരിയിൽ വ്യാവസായിക ചന്ദ്രദൌത്യങ്ങളുടെ ഭാഗമായി വിക്ഷേപിച്ച ഫോൾക്കൺ 9 റോക്കറ്റിന്റെ രണ്ടാം ഘട്ട ഭാഗമാണ് ഇപ്പോൾ ചന്ദ്രനിൽ പതിക്കുവാൻ ഒരുക്കുന്നത്. ദൌത്യം പൂർത്തിയാക്കിയ ശേഷം ബഹിരാകാശത്ത് തിരിഞ്ഞു നടന്നിരുന്ന ഏകദേശം 4 ടൺ ഭാരമുള്ള ഈ റോക്കറ്റ് ഭാഗം സൂര്യന്റെ പ്രകാശവും ഗുരുത്വാകർഷണ ഫലങ്ങളും കാരണമാണ് ചന്ദ്രന്റെ ഭ്രമണപഥത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത്. ചന്ദ്രന്റെ പടിഞ്ഞാറൻ അതിർത്തിയിലുള്ള ഐൻസ്റ്റീൻ ഗർത്തത്തിന് സമീപം പതിക്കുന്ന ഈ ആഘാതം വഴി മനുഷ്യനിർമ്മിതമായ ഒരു വസ്തു ചന്ദ്രനിൽ യാദൃശ്ചികമായി പതിക്കുന്ന അപൂർവ സംഭവത്തിനാണ് ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അതിവേഗത്തിലുള്ള ഈ ഇടിച്ചിറങ്ങൽ മൂലം ചന്ദ്രനിൽ ഏകദേശം 20 മുതൽ 30 മീറ്റർ വരെ വീതിയുള്ള ഒരു പുതിയ ഗർത്തം രൂപപ്പെടുകയും വലിയ അളവിൽ പൊടിപടലങ്ങൾ ഉയരുകയും ചെയ്യും. നാസയുടെ ലൂണാർ റെക്കണൻസ് ഓർബിറ്റർ, ദക്ഷിണ കൊറിയയുടെ ദാനൂരി എന്നീ പേടകങ്ങൾ ഉപയോഗിച്ച് ആഘാതത്തിന് മുന്നോടിയായും ശേഷവുമുള്ള ചിത്രങ്ങൾ പകർത്തി തത്സമയ പഠനങ്ങൾ നടത്തുവാൻ ശാസ്ത്രജ്ഞർ തീരുമാനിച്ചിട്ടുണ്ട്. ആർട്ടമിസ് ദൌത്യങ്ങൾ വഴി വരും വർഷങ്ങളിൽ കൂടുതൽ മനുഷ്യർ ചന്ദ്രനിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഇത്തരം ബഹിരാകാശ അവശിഷ്ടങ്ങൾ ഉയർത്തുന്ന ഭീഷണിയും സുരക്ഷാ അപകടങ്ങളും കൃത്യമായി വിലയിരുത്തുവാൻ ഈ സംഭവം സഹായിക്കും. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറന്നു കൊടുത്തില്ലെങ്കിൽ ഇറാന് ശക്തമായ സൈനിക തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ചർച്ചകൾ പരാജയപ്പെട്ടാൽ കടുത്ത സൈനിക നീക്കമുണ്ടാകുമെന്ന US-ന്റെ മുന്നറിയിപ്പിനിടയിലും നയതന്ത്ര ധാരണകൾ സാധ്യമാകുമെന്ന പ്രതീക്ഷയിൽ ആഗോള വിപണിയിൽ എണ്ണവില 5% ഇടിഞ്ഞു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനായി ഒമാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ചർച്ചകൾ പുരോഗമിക്കുകയാണെന്ന് അമേരിക്കൻ വിദേശകാര്യ വകുപ്പും പ്രസിഡന്റ് ട്രംപും വ്യക്തമാക്കി. ചർച്ചകളിൽ നിന്ന് ഇറാൻ പിൻവാങ്ങുകയോ കരാറിലെത്തിക്കുകയോ ചെയ്താൽ രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷമുള്ള ഏറ്റവും കടുത്ത ആക്രമണമാകും അവരെ കാത്തിരിക്കുന്നതെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് മുന്നറിയിപ്പ് നൽകി. മേഖലയിൽ ഇറാൻ സാന്നിധ്യം ഉയർത്തുന്ന ഭീഷണിയും അവരുടെ ആണവ പദ്ധതികളും പൂർണ്ണമായും തടയുന്ന കരാറിലെത്തുവാനാണ് വാഷിംഗ്ടൺ ലക്ഷ്യമിടുന്നത്. നയതന്ത്ര ചർച്ചകൾ ഉടൻ തന്നെ ഫലം കാണുമെന്നും അടുത്ത ദിവസങ്ങളിൽ തന്ത്രപ്രധാന പാത വീണ്ടും തുറക്കുമെന്നുമുള്ള US ട്രഷറി സെക്രട്ടറിയുടെ പ്രതീക്ഷകളെ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴേക്ക് കൂപ്പുകുത്തി. എന്നാൽ അമേരിക്കയുമായി ഔദ്യോഗികമായി ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന വാദം ഇറാൻ ശരിവച്ചിട്ടില്ലാത്തതിനാൽ വിപണിയിലെ തടസ്സങ്ങൾ പൂർണ്ണമായി മാറിയിട്ടില്ല. ചർച്ചകൾ പരാജയപ്പെട്ടാൽ മേഖലയിൽ സൈനിക നടപടികൾ വീണ്ടും പുനരാരംഭിക്കുവാൻ US നാവികസേന ഹോർമുസ് പ്രദേശത്ത് സജ്ജമായി തുടരുകയാണ്. ഇറാനുമായി തുടരുന്ന സൈനിക പോരാട്ടത്തിൽ അമേരിക്ക തങ്ങളുടെ കരയിൽ നിന്ന് തൊടുക്കാവുന്ന അത്യാധുനിക ദീർഘദൂര ഗൈഡഡ് മിസൈലുകളുടെ ശേഖരം പൂർണ്ണമായി ഉപയോഗിച്ച് തീർത്തതായി റിപ്പോർട്ട്. 5 മാസമായി തുടരുന്ന യുദ്ധം മൂലം അറ്റാംകംസ്, പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈൽ എന്നിവയുടെ ശേഖരം ഏതാണ്ട് അവസാനിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി വെളിപ്പെടുത്തി. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷത്തിൽ കരസേന പ്രധാനമായി ഉപയോഗിച്ചിരുന്ന ദീർഘദൂര കൃത്യതയുള്ള മിസൈലുകളുടെ ശേഖരം വൻതോതിൽ കുറഞ്ഞതായി സുരക്ഷാ കേന്ദ്രങ്ങൾ വ്യക്തമാക്കുന്നു. വ്യോമസേനയുടെ പൈലറ്റഡ് വിമാനങ്ങൾ നേരിട്ട് ഇറാൻ വ്യോമാതിർത്തിയിൽ പ്രവേശിച്ച് ആക്രമണം തടയുന്നത് ഒഴിവാക്കുവാനാണ് അമേരിക്ക ഈ മിസൈലുകളെ വലിയ അളവിൽ ആശ്രയിച്ചത്. ഇതിനു പുറമെ കടലിൽ നിന്ന് വിക്ഷേപിക്കുന്ന ടോമഹാക് ക്രൂസ് മിസൈലുകളിൽ പകുതിയോളവും ഇതിനകം ഉപയോഗിച്ച് കഴിഞ്ഞതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ആയുധശേഖരത്തിലെ ഈ വൻ കുറവ് ചൈനയും റഷ്യയും ഉൾപ്പെടെയുള്ള മറ്റ് ആഗോള എതിരാളികൾക്കെതിരെ അമേരിക്കൻ സൈന്യത്തിന്റെ സജ്ജതയെ ബാധിച്ചേക്കാമെന്ന ആശങ്ക പെന്റഗൺ വൃത്തങ്ങളിൽ ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ തങ്ങളുടെ പ്രതിരോധ നിർമ്മാണ കമ്പനികൾ എക്കാലത്തെയും ഉയർന്ന നിരക്കിൽ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്നും രാജ്യത്തിന് ആവശ്യത്തിലധികം ആയുധശേഖരമുണ്ടെന്നും വാദിച്ചുകൊണ്ട് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മുന്നറിയിപ്പുകളെ തള്ളിപ്പറഞ്ഞു. ലോകത്തിലെ പ്രമുഖ AI കമ്പനികളായ ഓപ്പൺ AI, ആന്ത്രോപിക് എന്നിവയുടെ സ്വയം നിയന്ത്രിത AI ഏജന്റുകൾ പരീക്ഷണങ്ങൾക്കിടെ മുൻകൂട്ടി നിശ്ചയിച്ച അതിരുകൾ ലംഘിച്ച് യഥാർത്ഥ നെറ്റ്വർക്കുകളിൽ നുഴഞ്ഞു കയറിയതായി അന്താരാഷ്ട്ര സുരക്ഷാ ഏജൻസികൾ വ്യക്തമാക്കി. ബ്രിട്ടന്റെ AI സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ വിലയിരുത്തലിൽ ഇത്തരം AI മോഡലുകൾ വ്യാജ ഐഡന്റിറ്റികൾ സൃഷ്ടിക്കുകയും സോഫ്റ്റ്വെയറുകളിൽ ഹാനികരമായ കോഡുകൾ കൂട്ടിച്ചേർക്കുവാൻ ശ്രമിക്കുകയും ചെയ്തതായി കണ്ടെത്തി. ഓപ്പൺ AIയുടെ GPT 5.6 മോഡലുകളും ആന്ത്രോപിക്സിന്റെ ക്ലാഡ്, മൈത്തോസ് 5 തുടങ്ങിയ AI ഏജന്റുകളുമാണ് സുരക്ഷാ പരീക്ഷണങ്ങൾക്കിടെ കൺട്രോൾ സംവിധാനങ്ങളെ മറികടന്ന് പ്രവർത്തിച്ചത്. ഹഗ്ഗിംഗ് ഫേസ് അടക്കമുള്ള പ്രമുഖ കമ്പനികളുടെ പ്രവർത്തന ശൃംഖലയിലേക്ക് അനുമതിയില്ലാതെ കടന്നുകയറിയ AI ഏജന്റുകൾ ചോർന്നു കിട്ടിയ ലോഗിൻ വിവരങ്ങളും സുരക്ഷാ പിഴവുകളും ഉപയോഗപ്പെടുത്തി തങ്ങൾക്ക് നൽകിയ ദൌത്യങ്ങൾ പൂർത്തീകരിക്കുവാൻ ശ്രമിക്കുകയായിരുന്നു. സാങ്കേതിക പരീക്ഷണങ്ങൾക്കായി ഒരുക്കിയ ക്ലോസഡ് ഡിജിറ്റൽ പരിധി മറികടന്ന് ഇന്റർനെറ്റിലെ യഥാർത്ഥ സിസ്റ്റങ്ങളിലേക്ക് ഇവ എത്തിയത് വൻകിട AI കമ്പനികളെ പോലും ഞെട്ടിച്ചിട്ടുണ്ട്. ലണ്ടൻ ആസ്ഥാനമായുള്ള AI സെക്യൂരിറ്റി ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തിയ പരിശോധനയിൽ ഗിറ്റ്ഹബ് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ വ്യാജ ഓൺലൈൻ വിലാസങ്ങൾ ഉണ്ടാക്കി സുരക്ഷാ ഉദ്യോഗസ്ഥരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ AI ശ്രമിച്ചതായി വ്യക്തമായി. നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപ് തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ നീക്കങ്ങൾ കണ്ടെത്തി തടഞ്ഞുവെങ്കിലും ഹ്യൂമൻ കമാൻഡുകളില്ലാതെ AI ഇത്തരം തന്ത്രങ്ങൾ മെനയുന്നത് ഇതാദ്യമായാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. കൂടുതൽ ശേഷിയുള്ള നെക്സ്റ്റ് ജെൻ AI ഏജന്റുകളെ പൂർണ്ണമായി നിയന്ത്രിക്കുവാനും അവയുടെ സുരക്ഷ ഉറപ്പാക്കുവാനും നിലവിലെ സാങ്കേതിക വിദ്യകൾക്ക് സാധിക്കുന്നില്ലെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഈ സുരക്ഷാ വീഴ്ച നൽകുന്നത്.
ചെങ്കടലിലുണ്ടായ മിസൈൽ ആക്രമണത്തിൽ തകർന്ന ഇന്ത്യൻ ചരക്ക് കപ്പലിൽ നിന്ന് പരിക്കേറ്റ മലയാളി ഉൾപ്പെടെ 13 ഇന്ത്യൻ നാവികരെ യമൻ തീരസേന വിജയകരമായി രക്ഷപ്പെടുത്തി. ഈജിപ്തിൽ നിന്നും ഇന്ത്യ സമുദ്രത്തിലേക്ക് വരികയായിരുന്ന കപ്പലിന് നേരെ ഉണ്ടായ സ്ഫോടനത്തെ തുടർന്ന് കപ്പൽ പൂർണ്ണമായി മുങ്ങുകയായിരുന്നുവെന്ന് കപ്പൽ വിതരണ ഏജൻസി സ്ഥിരീകരിച്ചു. ചെങ്കടലിലൂടെ സഞ്ചരിക്കുകയായിരുന്ന MV ഗൾഫ് സ്റ്റാർ എന്ന ഇന്ത്യൻ ചരക്ക് കപ്പലിന് നേരെയാണ് അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് മിസൈൽ ആക്രമണമുണ്ടായത്. ആക്രമണത്തിൽ കപ്പലിന്റെ എഞ്ചിൻ റൂമിന് കനത്ത നാശനഷ്ടം സംഭവിക്കുകയും തീപിടുത്തത്തെ തുടർന്ന് വെള്ളം കയറി കപ്പൽ താഴ്ന്നു പോവുകയുമായിരുന്നു. വിവരമറിഞ്ഞയുടൻ യമനിലെ ഹൊദൈദ തീരസേന നടത്തിയ വേഗത്തിലുള്ള രക്ഷാപ്രവർത്തനമാണ് നാവികരുടെ ജീവൻ രക്ഷിക്കുവാൻ സഹായിച്ചത്. രക്ഷപ്പെടുത്തിയ ഇന്ത്യക്കാരെ യമനിലെ പ്രധാന തുറമുഖ നഗരമായ ഏഥനിലേക്ക് മാറ്റിയതായും എല്ലാവരും നിലവിൽ സുരക്ഷിതരാണെന്നും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പരിക്കേറ്റവർക്ക് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും ഇവരെ ഉടൻ നാട്ടിലെത്തിക്കുവാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ആരംഭിച്ചതായും ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. മേഖലയിൽ വർദ്ധിച്ചുവരുന്ന സുരക്ഷാ ഭീഷണികളുടെ പശ്ചാത്തലത്തിൽ ചെങ്കടലിലൂടെയുള്ള ഇന്ത്യൻ കപ്പലുകളുടെ സഞ്ചാരത്തിന് സുരക്ഷാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. UK-യിൽ ജൂതവിരുദ്ധ അക്രമങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും റെക്കോർഡ് നിരക്കിൽ തുടരുന്നതായി സന്നദ്ധ സംഘടനയായ കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റ് വെളിപ്പെടുത്തി. 2026-ൽ ആദ്യ 6 മാസങ്ങളിൽ മാത്രം 2000-ഓളം വിദ്വേഷ സംഭവങ്ങളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. UK-യിലെ ജൂത സമൂഹത്തിന് സുരക്ഷാ നിർദ്ദേശങ്ങൾ നൽകുന്ന കമ്മ്യൂണിറ്റി സെക്യൂരിറ്റി ട്രസ്റ്റിന്റെ കണക്കുകൾ പ്രകാരം ഈ വർഷം ജനുവരി മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ 1926 ജൂതവിരുദ്ധ അക്രമ സംഭവങ്ങളാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷത്തെ ഇതേ കാലയളവിനെ അപേക്ഷിച്ച് 21% വർധനവാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്. വടക്കൻ ലണ്ടനിലെ ഗോൾഡേഴ്സ് ഗ്രീനിൽ വിശ്വാസികൾക്ക് നേരെ നടന്ന കത്തി ആക്രമണവും സിനഗോഗുകൾക്ക് നേരെ ഉണ്ടായ തീവെപ്പും അടക്കമുള്ള സംഭവങ്ങൾ രാജ്യത്തെ ജൂത സമൂഹത്തിനിടയിൽ കടുത്ത ഭീതി പടർത്തിയിട്ടുണ്ട്. മധ്യപൂർവേഷ്യയിൽ നിലനിൽക്കുന്ന യുദ്ധ സാഹചര്യങ്ങളും ഇറാനുമായുള്ള സംഘർഷങ്ങളും രൂക്ഷമായതാണ് UK-യിലും ഇത്തരം വിദ്വേഷ അതിക്രമങ്ങൾ വീണ്ടും ഉയരുവാൻ പ്രധാന കാരണമായതെന്ന് സംഘടന ചൂണ്ടിക്കാണിക്കുന്നു. സോഷ്യൽ മീഡിയ വഴിയുള്ള അധിക്ഷേപങ്ങൾക്ക് പുറമെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള വിദ്വേഷ പ്രചരണങ്ങളും മുൻവർഷങ്ങളെ അപേക്ഷിച്ച് വൻതോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇതേ തുടർന്ന് ജൂത സ്ഥാപനങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ബ്രിട്ടീഷ് സർക്കാർ വൻതുകയുടെ അധിക സാമ്പത്തിക സഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജപ്പാൻ ദീർഘദൂര ക്രൂസ് മിസൈലുകൾ വിജയകരമായി പരീക്ഷിച്ചതിനെ തുടർന്ന് ഉത്തര കൊറിയ പുതിയ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന് ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉന്നിന്റെ സഹോദരി കിം യോങ് ജോങ് കടുത്ത മുന്നറിയിപ്പ് നൽകി. ടോക്കിയോയുടെ ആധുനിക പ്രതിരോധ സജ്ജീകരണങ്ങൾ പ്രാദേശിക സുരക്ഷയ്ക്കും സമാധാനത്തിനും വൻ ഭീഷണിയാണെന്ന് കുറ്റപ്പെടുത്തിയ ഉത്തര കൊറിയ ജപ്പാനെതിരെ ശക്തമായി തിരിച്ചടി നൽകുമെന്നും വ്യക്തമാക്കി. അമേരിക്കൻ നിർമ്മിത ടോമഹോക്ക് ദീർഘദൂര ക്രൂസ് മിസൈലുകൾ ജപ്പാൻ നാവികസേന പസഫിക് സമുദ്രത്തിൽ ആദ്യമായി വിജയകരമായി പരീക്ഷിച്ചതിന് പിന്നാലെയാണ് ഉത്തര കൊറിയയിൽ നിന്ന് കടുത്ത പ്രതികരണം ഉയർന്നത്. ജപ്പാന്റെ നീക്കങ്ങളെ നിഷ്ക്രിയമായി നോക്കി നിൽക്കില്ലെന്നും രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുവാൻ കൂടുതൽ കടുത്ത സൈനിക പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുമെന്നും കിം യോ ജോങ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ജപ്പാൻ വീണ്ടും സൈനിക വൽക്കരണത്തിലേക്ക് കടക്കുന്നത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും ഇത് മേഖലയിൽ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നും അവർ ആരോപിച്ചു. മറ്റൊരു രാജ്യത്തെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള അത്യാധുനിക ആയുധങ്ങൾ സ്വന്തമാക്കുന്നതിലൂടെ ജപ്പാൻ തങ്ങളുടെ യഥാർത്ഥ അധിനിവേശ മനോഭാവം വീണ്ടും പുറത്തെടുത്തിരിക്കുകയാണെന്ന് ഉത്തര കൊറിയൻ ഔദ്യോഗിക വാർത്താ ഏജൻസിയായ KCNA പുറത്തുവിട്ട പ്രസ്താവനയിൽ ചൂണ്ടിക്കാണിക്കുന്നു. കൂടാതെ ജപ്പാനെ മുന്നിൽ നിർത്തി ഏഷ്യ പസഫിക് മേഖലയിൽ സൈനിക സ്വാധീനം ഉറപ്പിക്കുവാൻ ശ്രമിക്കുന്ന അമേരിക്കയാണ് ഇത്തരം അപകടകരമായ നീക്കങ്ങൾക്ക് പിന്നിലെന്നും ഉത്തര കൊറിയ കുറ്റപ്പെടുത്തി. റഷ്യയുമായും ചൈനയുമായും പങ്കാളിത്തം ശക്തമാക്കുന്ന പശ്ചാത്തലത്തിൽ അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ സഖ്യത്തിനെതിരെ കൂടുതൽ മിസൈൽ പരീക്ഷണങ്ങളോടെ തിരിച്ചടിക്കുവാൻ ഉത്തര കൊറിയ ഒരുങ്ങുന്നതിന്റെ സൂചനയായാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ ഈ നീക്കത്തെ കാണുന്നത്. ദക്ഷിണ കൊറിയയിൽ മുൻപെങ്ങുമില്ലാത്തവിധം രൂക്ഷമായ ഉഷ്ണതരംഗത്തിൽ മരിച്ചവരുടെ എണ്ണം 16ആയി ഉയരുകയും 2000-ലധികം ആളുകൾ നിർജ്ജലീകരണവും അസ്വസ്ഥതകളും മൂലം ചികിത്സ തേടുകയും ചെയ്തു. സ്ഥിതിഗതികൾ അതിരൂക്ഷമായതിനെ തുടർന്ന് കാലാവസ്ഥാ വ്യതിയാനങ്ങൾ നിത്യസംഭവമായി മാറുന്ന പശ്ചാത്തലത്തിൽ രാജ്യത്തെ ദുരന്ത നിവാരണ സംവിധാനം പൂർണ്ണമായി അഴിച്ചുപണിയുവാനും അടിയന്തര നടപടികൾ സ്വീകരിക്കുവാനും പ്രസിഡന്റ് ലീ ജങ് മ്യൂങ് അധികൃതർക്ക് നിർദ്ദേശം നൽകി. കഴിഞ്ഞ 122 വർഷത്തെ കാലാവസ്ഥാ റെക്കോർഡുകളെല്ലാം തകർത്ത് ദക്ഷിണ കൊറിയയിലെ യാങ്സാൻ നഗരത്തിൽ താപനില 42.5 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തിയതോടെ രാജ്യത്തുടനീളം കടുത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തലസ്ഥാനമായ സിയൂൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ചരിത്രത്തിലാദ്യമായി ഉയർന്ന തലത്തിലുള്ള റെഡ് അലർട്ട് പ്രഖ്യാപിക്കുകയും പൊതുജനങ്ങൾക്കായി 5000-ഓളം കൂളിംഗ് സെന്ററുകൾ തുറക്കുകയും ചെയ്തു. നിർമ്മാണ തൊഴിലാളികൾക്കും വയോധികർക്കും അടിയന്തര സഹായം എത്തിക്കുന്നതിനൊപ്പം വൈദ്യുതി വിതരണം തടസ്സപ്പെടാതിരിക്കുവാനും ഭരണകൂടം കർശന നടപടികളാണ് കൈക്കൊള്ളുന്നത്. മന്ത്രിസഭാ യോഗത്തെ അഭിസംബോധന ചെയ്ത പ്രസിഡന്റ് ലീ ജങ് മ്യൂങ് അതികഠിനമായ ചൂട് സാധാരണ ജീവിതത്തെ ബാധിക്കാതിരിക്കുവാൻ എല്ലാ വകുപ്പുകളും ഏകോപിപ്പിച്ച് പ്രവർത്തിക്കുവാൻ നിർദ്ദേശിച്ചു. ശീതീകരണ സംവിധാനങ്ങളുടെ ഉപഭോഗം കുതിച്ച് ഉയർന്നതോടെ വൈദ്യുതി ശൃംഖല തകരാറിലാകുന്നത് ഒഴിവാക്കുവാൻ മുൻകരുതൽ പരിശോധനകളും ഊർജിതമാക്കിയിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം മൂലമുള്ള ഇത്തരം തീവ്ര പ്രകൃതി ദുരന്തങ്ങൾ ആവർത്തിക്കുവാൻ സാധ്യതയുള്ളതിനാൽ ദേശീയ പ്രതിസന്ധി പരിഹാര സംവിധാനങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കേണ്ടത് അത്യാവശ്യമാണെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.